വത്തിക്കാനിൽ നിന്നും നമുക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? നമുക്കറിയാവുന്നതുപോലെ ഫെബ്രുവരി 14 തീയതിയാണ് ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ഫ്രാൻസിസ് പാപ്പ റോമിലെ ജമേലി പോളിക്ലിനിക് ആശുപത്രി പ്രവേശിച്ച് ഇന്നിപ്പോ 13-ാം ദിവസമാണ് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തുടരുന്നത്. ഇന്ന് വത്തിക്കാൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സങ്കീർണമായി തുടരുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് വലിയ മാറ്റങ്ങളൊന്നുമില്ല എന്നാണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്നിരുന്നാൽ തന്നെ ഒരു നേരിയ പുരോഗതി ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ അതിനു മുന്നേ ഉണ്ടായിരുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മുൻ ദിവസങ്ങളിൽ എന്ന പോലെ രക്തപരിശോധനയിൽ നമ്മൾ കണ്ടെത്തിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഇല്ലെന്നും ശ്വേതരക്താണുക്കളുടെ അളവ് സാധാരണ നിലയിലായി എന്നും വത്തിക്കാൻ റിപ്പോർട്ട് നമ്മളെ അറിയിക്കുന്നു. അതുപോലെ തന്നെ വേറെ ഒരു പുതിയ കാര്യം, പാപ്പായ്ക്ക് നേരത്തെ നടത്തിയ ന്യൂമോണിയയുടെ ഇപ്പൊ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ എത്രമാത്രം അത് ഫലപ്രദമാണെന്ന് വിലയിരുത്താൻ വേണ്ടി അവര് CT സ്കാൻ എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫലം ഇതുവരെ അവര് പുറത്തുവിട്ടിട്ടില്ല. ഇത്രയാണ് നമുക്ക് വത്തിക്കാനിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇന്നലെയും വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ ചത്തുരത്തിൽ പ്രാർത്ഥനയും ജപമാലയും ഒക്കെ നടത്തിയിരുന്നു രാത്രി 9 മണിക്ക്. ഇന്നലെ രാത്രി 9 മണിക്കായിരുന്നു ഇവിടെ ജപമാല നടന്നിരുന്നത്. വത്തിക്കാൻ ചത്തുരത്തിൽ വെച്ച് കർദിനാൾ ലൂയിസ് അന്തോണിയോ താഗ്ലെ എന്ന് പറഞ്ഞ ഫിലിപ്പീൻകാരനായ കർദിനാളിന്റെ നേതൃത്വത്തിൽ ജപമാല നടത്തിയുണ്ടായി. അപ്പൊ അതിലും ഒത്തിരിയേറെ പേര് സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, ജമേലി ആശുപത്രിയുടെ മുന്നില് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രൂപത്തിന് മുന്നിൽ ഒരുപാട് പേര് വന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അൽമായരും സന്യസ്തരും ഒരുപാട് പേര് അവിടെ എപ്പോഴും ആ രൂപത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ഒത്തിരി അതിശയപ്പെടുത്തിയ രോഗികൾ പോലും, ചിലവര് രോഗികളെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ പോലും ഇടസമയങ്ങളിൽ പുറത്തിറങ്ങി വന്ന് ആ രൂപത്തിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്നതും കാണുവാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇടമുറിയാതെയുള്ള ഒരു പ്രാർത്ഥനാ യജ്ഞം തന്നെയാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വത്തിക്കാനും നമ്മളോട് സൂചിപ്പിക്കുന്ന ഒരു വശത്ത് ഒരു പോസിറ്റീവ് സൈനും ഒരു വശത്ത് ഒരു ചെറുതായിട്ട് നെഗറ്റീവ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് എപ്പോഴും വത്തിക്കാൻ ഇതുവരെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണെങ്കിലും ഗുരുതരമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള മറ്റ് അസ്വസ്ഥതകളില്ലാതെ സ്റ്റേബിൾ ആയിട്ട് പോകുന്നു എന്നും അതായത് സ്ഥിരതയോടുകൂടി ഉള്ള ആരോഗ്യം നിലനിന്ന് പോകുന്നു എന്ന്, വലിയ മാറ്റങ്ങളില്ലാതെ വലിയ കോംപ്ലിക്കേഷൻസുകൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ശുഭസൂചനയും കൂടെ നമുക്ക് വത്തിക്കാൻ റിപ്പോർട്ട് നൽകുന്നു.